ഹലോ ഗായ്സ്, നമ്മുടെ റിതൂട്ടൻ്റെ മുടി വല്ലാണ്ട് വളർന്നു. എന്നാൽ പിന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാമെന്ന് കരുതി. ഈശ്വര, കാവടി തുള്ളിയാണ് പോകുന്നത്. ട്രാജഡി ആകാതിരുന്നാൽ മതി. ഇതിനു മുന്നേ മുടി വെട്ടിയപ്പോൾ ആ പരിസരമൊന്നല്ല, പഞ്ചായത്ത് മുഴുവൻ വിറപ്പിച്ച മുതലായത്. പ്രാർത്ഥന കണ്ടിട്ട് അമ്പലമാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. പെട്രോൾ പമ്പിൽ ഇരിക്കുന്ന അയ്യപ്പനെ കണ്ടിട്ടാ. ഏതായാലും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. തൻ്റെ ഊഴം എപ്പോഴാണെന്ന് കരുതി നോക്കിയിരിക്കുകയാണ് റിതൂട്ടൻ. ഏട്ടൻ ആദ്യമേ കൈയൊഴിഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ തുണി പോലും മേത്തിടാൻ സമ്മതിച്ചില്ല. അവസാനം എൻ്റെ റിതൂട്ടൻ്റെ തലയിലും താജ്മഹൽ പണിയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് അവൻ നന്നായിട്ട് സഹകരിച്ചു തന്നു. സാധാരണയായിട്ട് ഫോണും ടി വിയൊന്നും അത്ര നോക്കാറുള്ളതല്ല, പക്ഷെ ഇന്നെന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല. റിതൂട്ടൻ്റെ മുഖഭാവം കണ്ട ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് തോന്നും. ഞാനാണെ ആ സമയം കൊണ്ട് കാത്തുപൂച്ചയുടെ കുടുംബത്തെ പറ്റിയും കുടുംബത്തിനെ പറ്റിയും എല്ലാം വിവരിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഏട്ടനോട് നിങ്ങളൊരു തന്തയാണോ തന്തേ എന്നാണ് റിതൂട്ടൻ ചോദിക്കുന്നത്. എല്ലാം കഴിഞ്ഞെന്ന് സമാധാനിച്ചപ്പോൾ ദേ മുഖത്തോട്ട് കാറ്റടിക്കുന്നു. ആർക്കായാലും ദേഷ്യം വരുമല്ലേ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം റിതൂട്ടൻ മുടുക്കനായി. ഈ ഹെയർ സ്റ്റൈൽ അവന് ഇഷ്ടമായോ ആവോ? എന്തായാലും ഞങ്ങൾക്കിഷ്ടമായി. ചെക്കനൊരു കൊച്ചു ചുള്ളനായി. വീട്ടിൽ പോകുന്ന വഴി ഉഴുന്നുവട വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പാട്ടിലാക്കുകയാണ് ഞാൻ. അപ്പോഴേക്കും ദേ ഏട്ടന് മുടി വെട്ടണമെന്ന്. എന്താ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഉഴുന്നുവട വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോവാം. പുതിയൊരു വീഡിയോയിൽ നാളെ കാണാം. ടാറ്റാ.